ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൊയമ്പിൻ്റെ 16-ാമത്തെ ദിവസം ഈ ദേവാലയത്തിലെ ആരാധനയിൽ പങ്കെടുക്കുവാനും അതിൻ്റെ മധ്യയുള്ള വചനധ്യാനവുമായി എഴുന്നേറ്റ് നിൽക്കുവാനും വലിയവനായ ദൈവം ഒരുക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിന് നിമിത്തമായി തീർന്ന ബഹുമാനപ്പെട്ട അച്ഛനുള്ള സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊണ്ടിട്ടു. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടെയാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമ്മുടെ സമശിഷ്ടങ്ങൾ, സഹോദരങ്ങൾ, ചിലരുടെ ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ ഒക്കെ ഗൾഫ് രാജ്യത്ത് വളരെയേറെ പ്രയാസത്തിലായിരിക്കുന്നു. ഭയന്ന് അവരവിടെ കഴിയുകയാണ്. ഡ്രോണുകളും മിസൈലുകളൊക്കെ ഇങ്ങനെ പറന്ന് അവർ താമസിക്കുന്ന അടുത്തൊക്കെ വന്ന് ബോംബിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അവർ പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വീഴുകയും അവർ വലിയ ഭാരത്തിലും പ്രയാസത്തിലും ഭയത്തിലുമായിരിക്കുന്നു. അപ്പോൾ ഈ ഒരവസ്ഥയിൽ നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് പ്രാർത്ഥന മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാനാണ് നാം ഇന്ന് ആലോചിക്കുന്നത്. അതിലേക്കായി മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 37-ഉം 38-ഉം വാക്യങ്ങൾ. മർക്കോസ് 14-ന്റെ 37-ഉം 38-ഉം. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അരക്കാശിനും മുതലില്ലാതെ തലചായ്ക്കാനും സ്ഥലമില്ലാതെ, അരക്കാശിനും മുതലില്ലാതെ തലചായ്ക്കാനും സ്ഥലമില്ലാതെ 33.5 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33.5 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ ദേവാലയത്തിൽ വന്ന് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങൾ, ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ആവലാദികളൊക്കെ അങ്ങയുടെ സന്നിധിയിൽ ഒന്ന് നിരത്തി വെക്കാൻ കിട്ടിയ ഭാഗ്യത്തെ പദവി ഓർത്ത് സ്തോത്രം കർത്താവേ. ജീവിതത്തിൽ ഒത്തിരി കുറവും ബലഹീനതകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് കർത്താവേ. അറിഞ്ഞും അറിയാതെ ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് കർത്താവേ. അവിടുത്തെ വഴിവിട്ട് പലപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് കർത്താവേ. വഴി വ്യക്തമായി അറിഞ്ഞിട്ടും ദൈവേഷ്ടം തെളിവായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടും മനഃപൂർവ്വമായി തെറ്റിച്ച സാഹചര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവേ. ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീണുപോയവരെ വീണ്ടെടുത്ത് മാറോട് ചേർക്കുന്ന അവിടുത്തെ ദൈവിക സ്നേഹം ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല കർത്താവേ. കർത്താവേ, ഈ കടന്നു വന്നതിൻ്റെ മക്കളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോ ദിവസവും ഈ ദേവാലയത്തിൽ നിന്ന് നിന്നെ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, മാറ്റമില്ലാത്ത തിരുവചനമൊക്കെ ശ്രവിക്കുവാൻ നിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന താല്പര്യത്തിനായി സ്തോത്രം കർത്താവേ. മാനിക്കണേ മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ നൊമ്പരങ്ങൾ, വേദനകൾ, മാനസിക സംഘർഷങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. സ്വർഗത്തിലെ അപ്പച്ചൻ സകലതും അറിയുന്നുണ്ട്. സ്തോത്രം കർത്താവേ. ഇന്ന് അതിനെല്ലാം ഒരു നീക്കുപോക്ക് കൊടുത്ത് സമാധാനത്തോട് പറഞ്ഞയച്ചാട്ട് കർത്താവേ. ഞങ്ങളുടെ അച്ഛനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, കൊച്ചമ്മയെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിന്റെ മക്കളുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കണേ. ഉയരത്തിൽ നിന്നുള്ള ശക്തിയെ കൊടുത്ത് സഹായിച്ചാട്ട് കർത്താവേ. അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഒത്തിരി ബലഹീനത കുറവുകളൊക്കെ ഉണ്ട് കർത്താവേ. നിന്റെ വചനം വിവാഹിക്കാൻ ഒരു യോഗ്യതയുമില്ലേ കർത്താവേ. എങ്കിലും ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഗൾഫിലെ പ്രദേശത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. യാതൊരു ദോഷവും തട്ടാതെ കാത്തു സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് സമാധാന സ്വസ്ഥത അയക്കണേ കർത്താവേ. ഇന്ന് കർത്താവെ കേൾക്കുന്ന വചനം നിന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിരായി പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. കുറച്ച് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മടങ്ങിപ്പോകുവാൻ നിന്റെ മക്കൾക്ക് ഇടയാക്കിയാട്ട് കർത്താവേ. മാനവും മഹത്വം തിരുമേനി എടുത്താട്ട് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. മനുഷ്യ ജീവിതത്തിൽ പ്രാർത്ഥന
എത്രത്തോളം ആവശ്യമാണെന്ന് കാണിക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇന്ന് വായിച്ച വേദഭാഗം. പത്രോസിനോട് കർത്താവ് പറയാണ്, പത്രോസെ, നീ ഉറങ്ങാതെ പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നീ പരീക്ഷയിൽ അകപ്പെടും. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം വളരെ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ കർത്താവും ശിഷ്യന്മാരും കൂടെ പെസഹ ഭക്ഷിച്ചതിന് ശേഷം നേരെ പോയത് ഗത്സമന തോട്ടത്തിലേക്കാണ്. അവിടെ ചെന്ന് തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ അല്പനേരം ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് തൻ്റെ അരുമ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി തോട്ടത്തിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ ചെന്ന് അവരുടെ മുമ്പിൽ മനം കലങ്ങുവാനും പരിഭ്രമിക്കുവാനും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. നിങ്ങളെ ഇവിടെ ഇരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു കല്ലെറു ദൂരം മുമ്പോട്ട് ചെന്ന് കവിഴ്ന്നു വീണ് മുട്ടുകുത്തി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നെഞ്ചുപൊട്ടിയുള്ള നിലവിളിയോടുകൂടിയുള്ള പ്രാർത്ഥന. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്നുള്ള പ്രാർത്ഥന. നമ്മുടെ കർത്താവിൻ്റെ ദീനരോധനം കേട്ട് തോട്ടത്തിലെ വൃക്ഷങ്ങളൊക്കെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. സൃഷ്ടാവിൻ്റെ നിലവിളി കേട്ട് പ്രകൃതി പോലും നിശ്ചലമായിരിക്കുകയാണ്. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് മടങ്ങി വന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ കർത്താവിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് അവർ ഉറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കർത്താവ് ഇവിടെയാണ് ശീമോനോട് പറയുന്നത്, ശീമോനെ, നിനക്ക് ഒരു നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് വീണ്ടും മുന്നറിയിപ്പ് കൊടുത്തിട്ട് കർത്താവ് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ പോയി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ചെന്ന് വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവിടെ സുവിശേഷം പറയുന്ന അവൻ്റെ രക്തമെല്ലാം വേർപ്പ് തുള്ളികളായെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് വേണ്ടി കർത്താവ് അനുഭവിച്ച പങ്കപ്പാടും വേദനയാ പ്രിയപ്പെട്ട ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും അവർ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ വീണ്ടും ഉറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ 3 പ്രാവശ്യം കർത്താവ് പ്രാർത്ഥിക്കുകയും 3 പ്രാവശ്യം മടങ്ങി വരുമ്പോഴും ശിഷ്യന്മാർ കർത്താവിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് നിസ്സംഗരായി ഉറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളോടും കർത്താവ് ശിഷ്യന്മാരോട് മുന്നറിയിപ്പ് കൊടുത്തതുപോലെ നമ്മളോടും പ്രാർത്ഥനയുടെ ആവശ്യകത ഊന്നിക്കൊണ്ട് പല വാക്കുകളിലൂടെ പല വചനങ്ങളിലൂടെ നമ്മളോടും ഉപദേശം തന്നിട്ടുണ്ട്, മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. എന്താണത്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, സഭായോഗം കൂടണം, കൂട്ടായ്മയെ ആചരിക്കണം, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. പ്രാർത്ഥനയാലെ അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും യഹോവയുടെ സന്നിധിയിൽ ചെന്ന് നിലവിളിക്കും. 6-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയോട് നിലവിളിച്ചു, എൻ്റെ കണ്ണുനീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞ് കുതിർന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം ഈ വാക്യത്തിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കുന്ന പ്രാർത്ഥന എത്രത്തോളം ആവശ്യമാണെന്ന് കാണിക്കുന്ന വേദഭാഗങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് പ്രാർത്ഥനയോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമാണ്? പറയുന്നതിൽ ഖേദിക്കല്ലേ, നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഇന്നൊരു പ്രഹസനമായി മാറിയില്ലേ പ്രിയപ്പെട്ടവരെ? പഴയ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം ഇരിക്കും, ആദ്യം 2 പാട്ട് പാടും. അത് കഴിഞ്ഞ് പഴയ നിയമത്തിൽ നിന്നൊരു അധ്യായം വായിക്കും, പുതിയ നിയമത്തിൽ നിന്നൊരു അധ്യായം വായിക്കും, അത് കഴിഞ്ഞ് സങ്കീർത്തനം വായിക്കും, അത് കഴിഞ്ഞ് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. ഇച്ചിരി നീണ്ട പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടത്, കാരണം ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട്. എന്താ പ്രാർത്ഥന? കർത്താവേ, മഴക്കാലം വരുന്നു, ഒരേയൊക്കെ ചോന്നലിക്കും, ഒരേ മേയാനുള്ള വഴിയും വാതിലും തുറന്നു തരണേ കർത്താവേ. വീണ്ടും പറയും, സ്കൂൾ തുറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, പുസ്തകം മേടിക്കണം, ബുക്ക് മേടിക്കണം, അവർക്ക് വസ്ത്രം മേടിക്കണം. കർത്താവേ, അതിനുള്ള വഴി കാണിച്ചു തരണേ. പിന്നെ പറയാം, അന്നമ്മ ത്രേസ്യാമ്മയൊക്കെ പെര നിറഞ്ഞു നിൽക്കുന്നു, അവരെ കെട്ടിച്ചു വിടണം, അതിനുള്ള വഴി കാണിച്ചു തരണേ കർത്താവേ. യൗവനക്കാർ 1-2 തോമസ് കുട്ടിയും അതുപോലെ വർഗീസും ഒക്കെ താണ്ട് വളർന്ന് അവർക്ക് ഉപജീവന മാർഗമൊന്നുമില്ല, അവർക്ക് ജോലി കിട്ടിയിട്ടില്ല. കർത്താവേ, അതിനൊരു വഴി കാണിച്ചു തരണേ. പിന്നെ അടുത്തുള്ള രോഗികൾ, അവരെ പറ്റി പ്രാർത്ഥിക്കും. ഇടവകയിലുള്ള രോഗികൾ, അവരുടെ പേരെടുത്ത് പ്രാർത്ഥിക്കും. ബന്ധുക്കളിൽ പല രോഗികൾ, അവരെ പറ്റി പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന അല്പം നീണ്ടുപോകും, കാരണം ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട് പ്രിയപ്പെട്ടവർ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ചില്ലേ പോയി കിടന്നുറങ്ങും. ഏതാണ്ട് 12-12:30 ആകുമ്പോൾ അടുത്ത നിലവിളി വരുന്നു, ആരുടെ? അമ്മയുടെ വക. കാരണം അമ്മയ്ക്ക് ചെന്ന് കിടന്നാൽ ഉറക്കം വരത്തില്ല. എന്തുവാ നാളത്തെ കാര്യം? എങ്ങനെയാണ്? നാളെ 4 നാഴി അരി വേണം, 3 ഉള്ളൂ, ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? സ്കൂളിൽ രാവിലെ കുഞ്ഞുങ്ങൾ പോകുന്ന ചോറ് മാത്രമേ കൊടുത്തു വിടാനുള്ളൂ, അതിന് കറി എന്തെങ്കിലും വെക്കണം, അതിന് യാതൊരു മാർഗവുമില്ല, അതെങ്ങനെ ഉണ്ടാക്കും?
പലവ്യഞ്ജന പാട്ടുകൾ പലതും കാലിയായിരിക്കുന്നു. അത് ആരോട് ചെന്ന് ചോദിക്കും? എങ്ങനെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും? അമ്മയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല, പ്രിയപ്പെട്ട, ഭ്രാന്ത് പിടിക്കും. ആരോടാ പറയുന്നത്? ചാരാൻ ഒരിടം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അവിടെ ഒരു നിലവിളി കേൾക്കും, യേശുവേ എന്നും പറഞ്ഞൊരു നിലവിളി. ഈ നിലവിളി കേട്ടോട്ടാ നമ്മൾ ചാടി എണ്ണിക്കുന്നത്. ആ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുമ്പം ഞങ്ങളൊക്കെ അങ്ങ് ഉറങ്ങിപ്പോകും. ഓരോ ദിവസത്തിലെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയോ, 2 പാട്ട് പാടേണ്ടടുത്ത് എത്ര പാട്ട് പാടും? 1 പാട്ട്. പഴയ നിയമം പുതിയ നിയമം സങ്കീർത്തനം വായിക്കേണ്ട എന്തൊക്കെയാ വായിക്കുന്നത്? പഴയ നിയമം പുതിയ നിയമം ചവിട്ടി പുറത്തി അടിച്ച് സങ്കീർത്തനം, അതും നീണ്ട സങ്കീർത്തനാണെങ്കിൽ കണ്ണൊക്കെ ചുമന്നു വരും. എന്തിനാടാ ഇത്? നാളെ വായിച്ചാൽ പോരായിരുന്ന, ബാക്കി പകുതി വായിച്ചാൽ പോരായിരുന്നു. പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട്, എന്തോന്നറിയാം? 1 2 3 പ്രാർത്ഥന തീർന്നു. കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ തോക്കട്ടെ വെടിവെച്ച് കൊന്നുകളയും. എന്തോ പ്രിയപ്പെട്ട ഇതിന്റെ പ്രശ്നം? കാരണം നമ്മുടെ മാതാപിതാക്കന്മാർ നെഞ്ചു പൊട്ടി കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കല്ല അതിന്റെ അനുഗ്രഹം കിട്ടിയത്, എനിക്കും നിങ്ങൾക്കാ കിട്ടിയത്, അടുത്ത തലമുറയ്ക്കാ കിട്ടിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പോക്കറ്റിൽ ഇഷ്ടം പോലെ, കയ്യിൽ ഇഷ്ടം പോലെ, ബാഗിൽ ഇഷ്ടം പോലെ, പിന്നെ യൂറോപ്യൻ രാജ്യത്തുനിന്നും ഗൾഫ് രാജ്യത്തുനിന്നും ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന ഒരു ചടങ്ങാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കുറച്ചുകൊണ്ട് സാത്താനുമായിട്ടുള്ള ബന്ധം കൂട്ടിക്കളഞ്ഞു. അതല്ലേ പ്രിയപ്പെട്ടവരെ ഇപ്പം നടക്കുന്നത്? ഞാൻ എൻ്റെ ഒരു പഴയ കാലത്ത് ഞാൻ ഗൾഫിലൊക്കെ പോയി അല്പം സാമ്പത്തികമൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ എൻ്റെ ഈ മനോഭാവം എൻ്റെ ഇത് തന്നെയായിരുന്നു. പ്രാർത്ഥന എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വേറെ ജോലിയൊന്നുമില്ല. വീട്ടിൽ പ്രാർത്ഥന വെക്കും, ഏറിയ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി എൻ്റെ പാട്ടിന് പോകും. അടുത്ത ഏതെങ്കിലും കടയിൽ പോയിരുന്ന് പുകയും വലിച്ച് അവിടെ ഇരിക്കും. പ്രാർത്ഥനക്കാർ വരുന്നതും പോകുന്നതും എല്ലാം നോക്കി പോയതിന് ശേഷം തിരിച്ച് കയറി വരത്തുള്ളൂ. ഒരു ദിവസം ഇന്നും മറക്കാത്തൊരു സംഭവമുണ്ട്. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്കാ എൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന. ഞാൻ പതുപോലെ 2 പെക്ക് അടിക്കേണ്ടടുത്ത് 3 അടിക്കും. കാരണം ഞായറാഴ്ചയൊക്കെ ഇച്ചിരി ഒരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഒന്നും കൂടെ കൂടുതൽ അടിക്കും. സാധാരണ ഈ മദ്യപാനികളുടെ ചരിത്രം പറഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എടാ കർത്താവിനെ ക്രൂശിച്ചടാ എന്ന് പറഞ്ഞ് കൂടുതലും കുടിക്കും. നിങ്ങളൊക്കെ ഇവിടെ പള്ളിയിൽ കുമ്പിടുമ്പോൾ ഞങ്ങൾ ബാറിലും വെളിയിലൊക്കെ ഇങ്ങനെ മുട്ടാകാല അഴിച്ചും കുമ്പിട്ടും ഒക്കെ ഇങ്ങനെ നടക്കും. പ്രിയമുള്ള, ഞങ്ങൾ എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ ഇതിങ്ങനെ കൂടുതൽ കഴിക്കുന്ന. ക്രിസ്മസിന് കൂടുതൽ കഴിക്കും, അതുപോലെ ഈസ്റ്ററിന് ഉയർപ്പ് ഞായറാഴ്ച കൂടുതൽ കഴിക്കും. ഇതൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞങ്ങ് അത് അതിനകത്തങ്ങ് ഹരമാണ്. അതിനകത്തങ്ങ് അന്നിപ്പോൾ അതുപോലെ മദ്യവെച്ചിട്ട് ഞാൻ പ്രാർത്ഥനയല്ലേ 3 മണിക്ക് ഞാൻ മുറി കയറി കിടന്ന് കഥകം കിടത്തി. അവർ പ്രാർത്ഥനക്കാരെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോട്ടെന്ന് വിചാരിച്ചു. അവരെന്നെയും ശല്യപ്പെടുത്തണ്ട, ഞാൻ അവരെയും ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ കയറിയാൻ കിടന്നു. അപ്പം കാണാൻ ഞങ്ങളുടെ പ്രതിപുരുഷൻ പ്രാർത്ഥനക്കാരെല്ലാം വന്ന് പ്രതിപുരുഷൻ കൊണ്ടുവന്ന് ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന മില്ലിലെ ഓനാസാറിനെ, അച്ഛനറിയത്തില്ല, മില്ലിലെ ഓനാസാറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ പഴയ പള്ളിക്കൊക്കെ പണിക്കൊക്കെ പുള്ളി ഒത്തിരി ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിത്വമാണ്. വിവാഹമൊന്നും കഴിക്കാതെ നമ്മുടെ ഈ മില്ലിരിക്കുന്നിടത്ത് അന്നൊരു തടിമില്ലായിരുന്നു. ആ തടിയൊക്കെ അർപ്പിച്ചാണ് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിത്വം. അതുപോലെ പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന് വചന ശുശ്രൂഷയൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് പതിപോലെ സാറ് അവിടെ വന്നു. അപ്പം വന്ന ഉടനെ ജോസ് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ആരാണ്ട് പറഞ്ഞു ഞാൻ അകത്ത് കിടന്ന് ഉറങ്ങുമെന്ന്. അപ്പോൾ സാറ് വന്ന് വിളിക്കുക, കാരണം ഒരു പ്രാർത്ഥന നടന്നാൽ കുടുംബാതി ഇല്ലെങ്കിൽ എന്തോന്ന് പ്രാർത്ഥനയാ. അങ്ങനെ ആരാണ്ട് വന്ന് കതവിന് കൊട്ടി. ഞാൻ ഈ ശബ്ദം കേട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി. ജോസ് ഇവിടെ ഇട്ടിരിക്കുന്നു പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആടി വന്നിരിക്കുക. പ്രാർത്ഥനക്കാരുടെ ഇടയ്ക്ക് കുത്തിയിരുന്ന് കഴിഞ്ഞ് സാറിൻ്റെ ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാം പരുവൊക്കെ ഇടിയിരിക്കുക. അപ്പോൾ പാട്ടൊക്കെ തുടങ്ങി. അത് പറഞ്ഞ് സങ്കീർത്തനം വായിക്കും. വീട്ടുകാർ വേണം സങ്കീർത്തനം വായിക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞ് സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞു. ഞാനൊരു പരുവത്തിൽ കൂടെ കുഴഞ്ഞ് എന്തെങ്കിലും സങ്കീർത്തനം വായിച്ച് അത് കഴിഞ്ഞിട്ട് ആരാണ്ട് പ്രാർത്ഥിച്ചു. സാറ് വചന ശുശ്രൂഷ തുടങ്ങി. അപ്പൊ അന്നത്തെ വിഷയം എന്താണെന്നറിയോ? ഗദരദേശത്തെ ഭൂതഗ്രസ്തരെ പറ്റിയാണ് സാറ് പ്രസംഗിക്കുന്നത്. ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് സാറ് ഭയങ്കര ശബ്ദത്തിൽ പറയാം, ലജ്ജൻ ബാധിച്ച ഭൂതം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഞാൻ ഈ ശബ്ദം കേട്ട് നേപ്പെട്ടു സാറിന്റെ മുഖത്തോട്ട് എന്നെ ചൂണ്ടിക്കൊണ്ടാ പറയുന്നത്. ലഗ്യം ബാധിച്ച ഭൂതം. ഞാനിങ്ങനെ ദയനീയമായിട്ട് സാറിനെ നോക്കുക. സാറ് അപ്പുറത്തിരിക്കുന്ന ഒരു അമ്മാമ്മയെ ചൂണ്ടിക്കോ, ലഗ്യം ബാധിച്ച ഭൂതം എന്ന് പറയും. പിന്നെ ഞാൻ കുനിഞ്ഞിരിക്കും. പിന്നെ സാറ് ഇതുപോലെ ഒച്ചത്തിൽ പറയുക. ഞാൻ നോക്കുക എന്നെ നോക്കിക്കൊണ്ടാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ലഗ്യം ബാധിച്ച ഭൂതത്തെ പോലെ പ്രാർത്ഥനയോടെ കൂട്ടായ്മയോടെ യാതൊരു താല്പര്യമില്ലാതെ ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ.
അത് വലിയ അപകടത്തിലേക്കുള്ള പോക്കായിരുന്നു. വലിയ അപകടത്തിലേക്കുള്ള പോക്കായിരുന്നു പ്രിയപ്പെട്ടവരെ. നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. പത്രോസിന് പല രീതിയിൽ മുന്നറിയിപ്പ് കർത്താവ് കൊടുത്തിട്ടും പ്രാർത്ഥിക്കാത്ത പത്രോസിന് ഉണ്ടായ അനുഭവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവൻ എന്താണ് ചെയ്തെന്നറിയോ? കർത്താവിനെ പിടിക്കാനായിട്ട് വടിയും വാളുമായിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവരുടെ പടനായകന്മാരും ചേകവരും ഒക്കെ കൂടെ വന്ന് കർത്താവിനെ പിടിച്ചപ്പോൾ ഉറങ്ങിക്കിടന്ന പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? കയ്യിലിരുന്ന വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസന്റെ ഒറ്റവെട്ടം കൊടുത്തു. ഉറക്കപ്പിച്ചേല് ഭയം കൊണ്ടും വെട്ടിയത് കഴുത്തിനായിരുന്നു, പക്ഷെ തെറ്റിപ്പോയി ചെവിക്കാ വെട്ടുകൊണ്ടത്, ചെവി രണ്ടായിട്ട് പോയി. പ്രിയമുള്ളവരെ, നമ്മളിത് കേൾക്കുമ്പോൾ ലാഘവത്തോടെ കേൾക്കാൻ സാധിക്കും, പക്ഷെ ഒരു വെട്ട് നടന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന പലതവണ പറഞ്ഞിട്ടും പ്രാർത്ഥിക്കാത്ത പത്രോസ് ഒരു വെട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ ദേശത്ത് നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവുന്ന ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വീട്ടിൽ ഒരാൾക്കാ വെട്ടുകൊണ്ടത്, അല്ലെ നമ്മളിൽ ഒരാളാ വെട്ടിയിരിക്കുന്നത്. വെട്ടിയവനെ തിരക്കി പോലീസ് വരുന്നു, വെട്ടുകൊണ്ടവൻ ICUവിൽ സീരിയസ് ആയി കിടക്കുന്നു. വെട്ടിയവൻ ഏത് പാർട്ടിക്കാരൻ, വെട്ടുകൊണ്ടവൻ ഏത് പാർട്ടിക്കാരൻ, എന്തോരം മാനസിക പ്രശ്നങ്ങളാ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോട് നിസ്സഹകരണം കാണിച്ചാൽ നമുക്ക് ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. വെട്ട്, കുത്ത്, ഇടി, അതുപോലെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയോട് നിസ്സഹകരണം കാണിച്ച പത്രോസിത വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും എത്രയോ സംഭവങ്ങളാണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഭാര്യയെ തോർത്തിട്ട് മുറുക്കി കൊന്നു, ഭർത്താവിനെ ചിറക് വെച്ചഴിച്ചു കൊന്നു, സഹോദരിയുടെ കുഞ്ഞിനെ സഹോദരൻ കേട്ടിലിട്ട് കൊന്നു, അതുപോലെ മാതാപിതാക്കളെ തലക്കടിച്ചു കൊന്നു. പരപുരുഷ ബന്ധങ്ങൾ, പരസ്ത്രീ ബന്ധങ്ങൾ, ഇതിന്റെയൊക്കെ പിന്നിലെ പ്രശ്നം എന്താണെന്നറിയാം? പ്രാർത്ഥനയോടുള്ള പ്രാധാന്യമില്ലാത്ത അവസ്ഥ, പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതെന്ന് വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തതെന്നറിയാമോ? ദീർഘക്ഷമയും മഹാദയുള്ള ഒരു കർത്താവ് സ്വർഗത്തിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊന്നും സംഭവിക്കാത്തത്. അവന്റെ കണ്ണ് കരുണയുള്ള കണ്ണുകളായി. എന്നാൽ ആ കണ്ണിന് പാപം മാറി അവന്റെ അഗ്നിജാലക്കൊത്ത കണ്ണുകളായി മാറിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാട്ടെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ, ഉറക്കമുണർന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ, ദൈവികത്തിലേക്ക് മടങ്ങി വന്നാട്ടെ, സാത്താനോട് വിട പറഞ്ഞ് ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് പത്രോസിനുണ്ടായ പരാജയം, കർത്താവിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച പത്രോസിനുണ്ടായ പരാജയം എന്താണെന്ന് നോക്കിയാട്ടെ. പത്രോസ് 54-ാം വാക്യം പറയും, പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളം അവനെ ദൂരവേ അനുഗമിച്ചു. ചങ്കുറപ്പുള്ളവൻ, ധൈര്യശാലി, കടലിന്മേൽ നടന്നവൻ, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞവൻ. പ്രിയമുള്ളവരെ, ധൈര്യശാലിയുടെ ധൈര്യം എവിടെ പോയി? നെഞ്ചും പിരിച്ച് കർത്താവിന്റെ കൂടെ നടക്കേണ്ടവൻ ഇതാ അകലം വിട്ട് ദൂരവേ അനുഭവിക്കുകയാണ്. മരത്തിന്റെ ഇലയുടെയൊക്കെ മറവ് പറ്റി അവൻ ദൂരെ അനുഭവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവന് പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയി. അവന്റെ ധൈര്യം ചോർന്നു പോയി. ധൈര്യം എവിടുന്നാ ഉണ്ടാവേണ്ടത്? പ്രാർത്ഥിച്ചാണ് ധൈര്യം ഉണ്ടാവേണ്ടത്. അവൻ പ്രാർത്ഥിക്കാഞ്ഞ പോലെ അവന്റെ ധൈര്യം നഷ്ടപ്പെട്ട് അവന്റെ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി അവന് നഷ്ടമായി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ ആത്മഹത്യ മാത്രമേ ഉള്ളൂ അതിന് പരിഹാരം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന ആത്മഹത്യകളൊക്കെ നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കോ. ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പറ്റി ചിന്തിച്ച് ആദി പിടിച്ച് അത് മറികടക്കാൻ സാധിക്കാത്തതാണ് ആത്മഹത്യകൾ പലതും നടക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ട ആവശ്യമാണ്. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞുകൊള്ളട്ടെ. ഭാര്യയും ഭർത്താവും വെറ്റിനറി ഡോക്ടേഴ്സാണ്. ഒരേ ഒരു മകളെ വളരെ ലാളിച്ച് വളർത്തി, മകളുടെ പഠിത്തമൊക്കെ നല്ല രീതിയിൽ നടത്തി. +2 കഴിഞ്ഞുകൊണ്ട് വലിയൊരു മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിന് വിട്ടു. അത് കഴിഞ്ഞ് പഠിത്തമെല്ലാം കഴിഞ്ഞ് മോള് തിരിച്ചു വന്നു റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ മകള് തോറ്റുപോയി. ഈ അമ്മ ഇത് കേട്ടപാട് അകത്തോട്ട് മുറിയിലോട്ട് കയറി കതവടച്ച്. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അമ്മ വെളിയിലോട്ട് വരുന്നില്ല. അങ്ങനെ പിതാവും മകളും കൂടെ കതവ് തട്ടി നോക്കി തുറക്കുന്നില്ല.
അങ്ങനെ അയൽവക്കക്കാരെയൊക്കെ വിളിച്ച് അകത്തോട്ട് തല്ലി പൊളിച്ച് നോക്കിയപ്പം അമ്മ തൂങ്ങി നിൽക്കുകയാണ്, സാരിയിൽ തൂങ്ങി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സംഭവിച്ചത്? ജീവിത പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ആ മാതാവിന് നഷ്ടപ്പെട്ടു. മകൾ തോറ്റയ്ക്ക് ഒന്നും കൂടെ എഴുതിയാൽ മതി. എന്നാൽ അതൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയമില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല. ഉടനടി അവരെ എടുത്തു കൈക്ക് തന്റെ ജീവൻ തന്നെ ഇവിടെ ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു സംഭവം കേട്ടാട്ട് മാതാവും പിതാവും ദൈവമക്കൾ, ദൈവദാസന്മാർ, എപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്ന ഒരു ദൈവദാസന്മാരായ ഒരു മാതാവും പിതാവും, അവർക്കൊരു മകളുണ്ടായിരുന്നു. അവളെ +2 കഴിഞ്ഞ ഉടനെ അവളെ എൻട്രൻസ് കോച്ചിങ്ങിന്, 1 വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിന് പറഞ്ഞയച്ചു. അങ്ങനെ എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് പരീക്ഷയൊക്കെ എഴുതി വീട്ടിൽ വന്ന് ഇരുന്നപ്പോൾ ഈ മകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ പിതാവ് ചോദിച്ചു, മോളെ നീ എന്തോ ഇങ്ങനെ താടിക്കും കൈ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഈ മകള് പറഞ്ഞു, പപ്പേ ഞാനിപ്പോൾ എഴുതിയ പരീക്ഷ എനിക്ക് അത്ര ഒരു പ്രതീക്ഷയില്ല, തോറ്റു പോകുമെന്നൊരു പേടി. അപ്പം കാരണം ഈ തോറ്റു കഴിഞ്ഞാൽ ഞാൻ പപ്പയും അമ്മയൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളൊരു പേടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ പിതാവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? KKPP എന്ന് പറഞ്ഞാൽ എന്തുവാ? മോള് ചോദിച്ചത്, എന്തുവാ പപ്പ ഈ KKPP? കിട്ടിയാ കിട്ടട്ട്, പോയാ പോകട്ടെ, നിന്റെ ഭാവി ദൈവത്തിന്റെ കയ്യിലാ. എന്ത് സംഭവിച്ചാലും ഒരു ചുക്കും വരാനില്ല. നിനക്ക് ദൈവം എന്ത് വഴി ഒരുക്കിയിട്ടുണ്ട്. നീ തോറ്റാലും പ്രശ്നമില്ല, ജയിച്ചാലും പ്രശ്നമില്ല. ഇങ്ങനെ പറയാൻ ആർക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ? ഒരു ദൈവ പൈതലിനെ സാധിക്കത്തുള്ളൂ. ചിലരാണെങ്കിൽ ഈ മകള് ഇച്ചിരി തോക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പരീക്ഷ ഇച്ചിരി കുറവാന്ന് പറഞ്ഞാൽ ആ മകളെ ഇട്ട് കുത്തി നീ എന്തിനാടി ഈ എൻട്രൻസ് കഴിഞ്ഞ അവിടെ പോയി നീ എന്തോ ചെയ്യുമായിരുന്നടി, പഠിക്കാനാണോ പോയേ, ഇതാന്ന് ചോദിച്ച് മിക്കവാറും റിസൾട്ട് വരുന്നതിന് മുമ്പ് മോള് മിക്കവാറും വെളിയിൽ പോയിരിക്കും. അങ്ങനെയുണ്ട് മാതാപിതാക്കന്മാര്. പ്രിയമുള്ളവരെ, നമുക്ക് ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിനെ വളരെ നല്ല രീതിയിൽ അത് തരണം ചെയ്യാനും സാധിക്കണമെങ്കിൽ പ്രാർത്ഥനയോട് പൊരുതുന്നവരായിരിക്കണം, പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവത്തിലേക്ക് മടങ്ങി വന്നെങ്കിലേ ഇത് നമുക്ക് സാധിക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള തീരുമാനം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും എടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിന് മുമ്പോട്ട് നമുക്ക് നീങ്ങാം. ഈ പത്രോസ് വീണ്ടും കർത്താവിനെ പിടിച്ചുകൊണ്ട് അരമന, നമ്മളെ മഹാപുരോഹിതന്റെ അരമനയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ഇങ്ങനെ നടുമുറ്റത്ത് ഇങ്ങനെ കറങ്ങി ഇരുട്ട് വാക്ക് നോക്കി കറങ്ങി നിന്നു. അവിടെ മഹാപുരോഹിതന്റെ പരിചയമുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യൻ ആ വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞു, നീ ഇല്ലല്ല അവനെ ഇനി അകത്തോട്ട് കയറ്റാൻ പറഞ്ഞു. അങ്ങനെ വാതിൽ കാവൽക്കാരത്തി ആ പത്രോസിനെ പിടിച്ച് അകത്തോട്ട് കയറ്റി. അവൻ ചെന്നിരുന്നത് ചേകവർ തീ കാഞ്ഞുകൊണ്ടിരുന്ന അവിടെയാണ് ചെന്നിരുന്നത്. അവിടെ തൊട്ട് വീണ്ടും പ്രശ്നം തുടങ്ങി പ്രിയപ്പെട്ടവരെ. ഓരോരുത്തർ വന്ന് ചോദിക്കാൻ തുടങ്ങി, നീ അവന്റെ കൂടെ ഉള്ളയല്ലയോ? ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അവസാനം ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, നീ അവന്റെ കൂടെ ഉള്ളതാ എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ അവൻ രാവാൻ തുടങ്ങി. തള്ളേ, നീ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് അതും ഇതും ചോദിക്കുന്നു. ഞാൻ അല്ലെന്ന് പറഞ്ഞില്ല, ഞാൻ അവനെ അറിയത്തില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നീ പിന്നെ എൻ്റെ അടുത്ത് ശല്യം ചവിട്ടിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞ് ആണയിട്ടും രാഗിയും പറയാൻ തുടങ്ങി. അന്നേരം കർത്താവ് ഒരു നോട്ടം നോക്കി. 2-3 ദിവസത്തിന് മുമ്പ് ഒരു സഹോദരി പ്രസംഗിച്ച പോലെ കർത്താവ് അവനെ ഒരു നോട്ടം നോക്കി. പ്രിയപ്പെട്ട, എങ്ങനെയുള്ള നോട്ടാ? കോപിച്ചാന്ന് നോക്കി. എടാ പത്രോസേ, നീ 3.5 വർഷം എൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ നിന്നെ അറിയത്തില്ലെന്ന് നീ പറയുന്നു. എടാ നീ ആള് കൊള്ളാമല്ലോടാ. ആ ഒരു രീതിയിലാണോ നോക്കിയത്? ഒരിക്കലും അല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ ഉള്ളിൽ വന്നൊരു ഭാവന പറഞ്ഞു കൊള്ളട്ടെ. ഒരു കൊച്ചു തെറ്റ് ചെയ്യുമ്പോൾ ആ മാതാവ് നോക്കുന്നത് പോലെ നോക്കിയത് എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചു കുഞ്ഞും മുട്ടയിൽ എഴിഞ്ഞു പോകുമ്പോൾ ഒരു ഗ്ലാസ് തട്ടി താഴെ വീണു എന്ന് വെച്ചോ. ആ ഗ്ലാസ് തട്ടി വീണപ്പോൾ ആ ഗ്ലാസിന്റെ സൗണ്ട് കേട്ട കുഞ്ഞ് കിടന്നൊരു കരച്ചില്. അടുക്കളയിലിരുന്ന അമ്മ ഓടി വന്ന് അതിനെ നെഞ്ചോടെടുത്ത്, മോനെ അയ്യോ കരയല്ലേ മക്കളെ, പേടിച്ചു പോയോ? സാരമില്ല എന്ന് പറയുന്നത് പോലെ പത്രോസിനെ കർത്താവ് നോക്കിയത് പ്രിയപ്പെട്ടവരെ. പത്രോസേ, നീ തെറ്റിപ്പോയോടാ, സാരമില്ല പത്രോസേ, സാരമില്ലടാ. ഈ നോട്ടം അവന്റെ നെഞ്ചത്ത് തളച്ചു കയറി പ്രിയപ്പെട്ടവരെ. അവനവിടെ പിന്നെ നിൽക്കാൻ പറ്റിയില്ല. അവൻ വെളിയിലിറങ്ങി, ആ പുരോഹിതന്റെ വെളിയിലിറങ്ങി ആ മതിലിന്മേൽ തലയിടിച്ച് കരഞ്ഞ്. പ്രിയമുള്ളവരെ, ഞാനിന്ന് ചോദിച്ചോട്ടെ, ഈ പത്രോസ് ഇങ്ങനെ വീഴുവാൻ, ഈ പരാജയം സംഭവിക്കാനുള്ള കാരണം എന്താണ്? കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. ശിമോനെ, നിന്നെ സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുക. നീ വീഴാതിരിക്കാൻ ഞാൻ തമ്പുരാനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ അത് പോരാ,
നീ പ്രാർത്ഥിക്കണം. ഗോതമ്പ് പാറ്റിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര് ഒരിക്കലും പാറ്റി കാണത്തില്ല. കാരണം നിങ്ങളൊക്കെ ഗോതമ്പ് മേടിച്ച് ഇങ്ങനെ ഒഴുക്കി വാരിയിട്ടങ്ങ് കൊടുക്കുക. എന്നാൽ നമ്മുടെ അമ്മമാര് പണ്ട് ഗോതമ്പ് പാറ്റുമായിരുന്നു. ഗോതമ്പ് പാറ്റി അവിച്ച് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് ഓർമ്മയുണ്ട്. ഈ ഗോതമ്പ് പാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഗോതമ്പ് മേളിലോട്ട് പോയിട്ട് താഴോട്ട് വീഴുന്ന ഒരേ രീതിയിലല്ല വീഴുന്നത്. ചിലത് നടുവും കുത്തിയാ വീഴുന്നത്, ചിലത് തലയും കുത്തിയാ വീഴുന്നത്, ചിലത് നെഞ്ചുപിടിച്ചാ വീഴുന്നത്, ചിലത് കാലും കുത്തിയാ വീഴുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് പത്രോസിനെ സാത്താൻ പാറ്റിയത്, ഇതുപോലെയാണ് വീഴ്ത്തിയത്. പ്രാർത്ഥിക്കുന്ന കർത്താവ് പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും പ്രാർത്ഥിക്കാത്ത പത്രോസിനെ സാത്താൻ പാറ്റിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, സാത്താൻ നമ്മളിൽ ചിലരെയും പാറ്റാൻ, നമ്മളിൽ ചിലരെയും വീഴ്ത്താൻ ദൈവത്തോട് ചെന്ന് അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അടിക്കടിയുള്ള പ്രശ്നങ്ങൾ, സഹിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ, ഇത് വരുത്താൻ വേണ്ടി സാത്താൻ പല രീതിയിൽ ദൈവത്തോട് ചെന്ന് അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ കർത്താവ് ചെന്ന് നമ്മുടെ പിതാവിനോട് ചെന്ന് മധ്യസ്ഥ അടയ്ക്കുക. അയ്യോ പിതാവേ അങ്ങനെ ചെയ്യല്ലേ, എന്റെ കുഞ്ഞുങ്ങളോട് അങ്ങനെ ചെയ്യരുത്, ആ സഹോദരിയോട് അങ്ങനെ ചെയ്യല്ലേ, ആ സഹോദരനോട് അങ്ങനെ ചെയ്യല്ലേ, അവർ വീണുപോകും, താളടിയായി പോകും, നിലംപരിശായി പോകും. കർത്താവേ, അവനെ സാത്താനെ അനുവദിക്കല്ലേ. നമ്മുടെ കർത്താവ് മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമുക്ക് ഈ അടിക്കടിയുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും വരാതിരിക്കുന്നത്. നമ്മുടെ ചുണയും എടുക്കുന്നല്ല. എന്നാൽ നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാട്ടെ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാട്ടെ, സാത്താന്റെ ആ പ്രവൃത്തികളെല്ലാം വിട്ടിട്ട് ദൈവികത്തിലോട്ട് വന്നാട്ടെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ നമുക്ക് വീണ്ടും മടങ്ങി വരാം. അങ്ങനെ ഒരു ജീവിതം നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? പറഞ്ഞ ചിന്തകൾ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. പ്രാർത്ഥിക്കുന്ന പലതവണ ആലോചന കൊടുത്തിട്ടും പ്രാർത്ഥിക്കാത്ത പത്രോസ് വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വെട്ട്, കുത്ത്, അടി, പിടി, ചീത്തവിളി, ബഹളം, പോലീസ് കേസ്, കോടതി കയറി ഇറങ്ങൽ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്കിതൊന്നും സംഭവിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ ദീർഘക്ഷമയും മഹാദയുള്ള ഒരു കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അവന്റെ കണ്ണ് കരുണ നിറഞ്ഞ കണ്ണാണ്. എന്നാൽ അവന്റെ കണ്ണിന്റെ ഭാവം മാറി രക്തച്ചുവപ്പായി അഗ്നിജാലയ്ക്കൊത്ത കണ്ണായി മാറിക്കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടുന്നവരായി മാറട്ടെ. രണ്ടാമതായി പത്രോസിന് പറ്റിയ പരാജയം, അവൻ കർത്താവിനെ ദൂരവേ പിൻചെല്ലുന്നവനായിരുന്നു. അവൻ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി അവന് നഷ്ടമായി, ധൈര്യം ചോർന്നുപോയി. നമുക്കും പ്രിയപ്പെട്ടവരെ, ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ശക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്കും ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കട്ടെ. മൂന്നാമതായി അവൻ കർത്താവിനെ അരുമനാഥനെ തള്ളി പറയുകയാണ്. ഇന്നലെ പ്രസംഗിച്ചൊരു സഹോദരി പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ ആ കൂട്ടായ്മയിലും ആരാധനയും നാം വേണ്ടാന്ന് വെക്കുമ്പോൾ കർത്താവിനെ തള്ളി പറയുന്നതിന് തുല്യമാണ്. അതിനുശേഷം പത്രോസ് എങ്ങനെയാണ് വീണതെന്ന് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു എന്ന് കർത്താവ് അവന് മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ ആ മുന്നറിയിപ്പ് അവഗണിച്ചത് കൊണ്ടാണ് അവൻ വീണുപോയത്. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെയും പാറ്റാൻ സാത്താൻ അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അടിക്കടിയുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും വരാതിരിക്കുന്നത്. എന്നാൽ നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാട്ടെ, ഉറങ്ങാതെ പ്രാർത്ഥിച്ചാട്ടെ, ദൈവികത്തിലേക്ക് മടങ്ങി വന്നാട്ടെ, സാത്താന്റെ പ്രവൃത്തികളെ വിട പറഞ്ഞാട്ടെ. നമുക്ക് സാധിക്കുമോ? അരക്കാശിനും മുതലില്ലാതെ തലചായ്ക്കാനും സ്ഥലമില്ലാതെ, അരക്കാശിനും മുതലില്ലാതെ തലചായ്ക്കാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ഈ എളിയ വചനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കും, ശക്തിയിൽ പുതിയ തീരുമാനങ്ങളെടുത്ത് മടങ്ങിപ്പോകാൻ ഇടയാക്കുകയും ചെയ്യും.